ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു സ്റ്റെയർ കേസിന് എത്ര സ്റ്റെപ്പ് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. സ്റ്റെയർ കേസിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് പോർഷൻ ഉണ്ട്. അതായത് നമ്മൾ സ്റ്റെപ്പ് നടന്നു പോകില്ലേ, സ്റ്റെപ്പ് നടന്നു പോകുമ്പോൾ നമ്മൾ കാല് വെക്കുന്ന ഈ ഒരു പോർഷൻ ഉണ്ട്. അതായത് റെസ്റ്റ് പോർഷൻ, നമ്മൾ കാലൊക്കെ ഇവിടെ വെക്കുക, പിന്നത്തെ സ്റ്റെപ്പിൽ ഇവിടെ കാല് വെക്കുക, പിന്നത്തെ സ്റ്റെപ്പിൽ ഇവിടെ കാല് വെക്കുക. ഈ പോർഷന് പറയുന്ന പേരാണ് ത്രെഡ്. നമ്മൾ കാല് റെസ്റ്റിന് വെക്കുന്ന പോർഷൻ പറയുന്ന പേരാണ് ത്രെഡ്. ഇങ്ങനെ രണ്ട് ത്രെഡുകൾ തമ്മിലുള്ള ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് റൈസർ. റൈസർ ഈസ് ദി വെർട്ടിക്കൽ പാർട്ട് ഓഫ് എ സ്റ്റെയർ. അതായത് നമ്മൾ കാല് വെക്കാത്ത പോർഷൻ, അതാണ് വെർട്ടിക്കൽ പാർട്ട്, അതാണ് റൈസർ. ത്രെഡ് ഈസ് ദി ഹൊറിസോണ്ടൽ സർഫസ് യു സ്റ്റെപ്പ് ഓൺ. നമ്മൾ കാല് വെക്കുന്ന ഈ ഒരു പോർഷൻ അതാണ് ത്രെഡ്. റൈസർ ഈസ് ദി ഹൈറ്റ് ബിറ്റ്വീൻ സ്റ്റെപ്സ്. രണ്ട് സ്റ്റെപ്പുകൾ തമ്മിലുള്ള ഹൈറ്റിന് പറയുന്ന പേരാണ് റൈസർ. വൈൽ ദി ത്രെഡ് ഈസ് ദി ഫ്ലാറ്റ് സർഫസ്. ഫ്ലാറ്റ് സർഫസ് പറഞ്ഞാൽ നമ്മൾ കാല് വെക്കുന്ന അതന്നെ, ഫ്ലാറ്റ് ആയിട്ടുള്ള ഈ സർഫസിന് പറയുന്ന പേരാണ് ത്രെഡ്. അതിന് രണ്ടിനും നമ്മൾ ടുഗദർ ആയിട്ട് സ്റ്റെപ്പ് ഓഫ് എ സ്റ്റെയർ കേസ് പറയും. രണ്ടിനും കൂടി ഒരുമിച്ച് നമ്മൾ സ്റ്റെപ്പ് ഓഫ് എ സ്റ്റെയർ കേസ് പറയും. പിന്നെ സാധാരണ ഈ സ്റ്റെപ്പിന്റെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ ഈ വിഡ്ത്ത് ഓഫ് സ്റ്റെയർ പറയുന്നത്, അതായത് ഈ വിഡ്ത്ത് സ്റ്റെയറിന്റെ വിഡ്ത്ത് എത്ര വരിക, 90 സെന്റിമീറ്റർ ആണ് സാധാരണ വരിക. സാധാരണ നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ വിഡ്ത്ത് പറഞ്ഞാൽ 90 സെന്റിമീറ്റർ ആണ് വരിക. ഞാനിവിടെ ഒരു നോർമൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തണമെങ്കിൽ ടോട്ടല് 310 സെന്റിമീറ്റർ കവർ ചെയ്യണം. കാരണം റൂമിന്റെ ഹൈറ്റ് 300 സെന്റിമീറ്റർ വരും. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ റൂമിന്റെ ഹൈറ്റ് 300 സെന്റിമീറ്റർ വരും. പിന്നെ സ്ലാബിന്റെ തിക്നെസ് 10 സെന്റിമീറ്റർ വരും. അപ്പൊ നമ്മൾ ഇവിടുന്ന് സ്റ്റെപ്പ് കയറി നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടത് 310 സെന്റിമീറ്റർ ആണ്. കാരണം ഈ സ്ലാബ് തിക്നെസ് ടോപ്പിലേക്ക് നമ്മൾ എത്തണം, എന്നാലാണ് അടുത്ത സ്ലാബിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ടോട്ടലായിട്ട് നമ്മൾ സ്റ്റെപ്പ് കവർ ചെയ്യേണ്ടത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 310 സെന്റിമീറ്റർ ആണ്. അതായത് ടോട്ടൽ റൈസർ ഡിസ്റ്റൻസ് 310 സെന്റിമീറ്റർ ആണ്. അതായത് ഫസ്റ്റ് റൈസർ ഡിസ്റ്റൻസ്, പിന്നെ അടുത്ത സെക്കൻഡ് റൈസർ, അടുത്തത് പിന്നെ തേർഡ് റൈസർ, പിന്നെ ഫോർത്ത് റൈസർ, അങ്ങനെ ടോട്ടൽ നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് 310 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഇനി സ്റ്റെപ്പിന്റെ കാൽക്കുലേറ്റ് ഇതൊക്കെ വെക്കാം. നമുക്ക് ആദ്യം അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. ആദ്യം വിഡ്ത്ത് ഓഫ് എ സ്റ്റെയർ റെസിഡൻഷ്യൽ ബിൽഡിംഗ് പറഞ്ഞാൽ 90 സെന്റിമീറ്റർ ആണ്. പറഞ്ഞ കാര്യങ്ങൾ വിഡ്ത്ത് ഓഫ് സ്റ്റെയർ ഫോർ റെസിഡൻഷ്യൽ ബിൽഡിംഗ് 90 സെന്റിമീറ്റർ ആണ് നമ്മൾ സാധാരണ ഉള്ളത്. ഈ റൂം ഹൈറ്റ് നമ്മളിപ്പോൾ പറഞ്ഞ എത്രയാണ്, 310 സെന്റിമീറ്റർ ആണ്, ഇൻക്ലൂഡിംഗ് സ്ലാബ് തിക്നെസ്. റൂം ഹൈറ്റ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇൻക്ലൂഡിംഗ് സ്ലാബ് തിക്നെസ് പറഞ്ഞാൽ 310 സെന്റിമീറ്റർ. അതായത് 300 സെന്റിമീറ്റർ റൂം ഹൈറ്റ്, പിന്നെ സ്ലാബ് തിക്നെസ് 10 കൂടി കൂടുമ്പോഴാണ് 310 വരുന്നത്. ഇതിന് പറയുന്ന പേരാണ് ലാൻഡിങ്. അതായത് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഏരിയയിൽ നമ്മളിപ്പോ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ഫോർ സ്റ്റെപ്പ് കഴിഞ്ഞ ശേഷം ഒരു കണ്ടോ ലാൻഡിങ്. ഇതിന് പറയുന്ന പേരാണ് ലാൻഡിങ്. അപ്പൊ ലാൻഡിങ് വരുന്ന ഈ ഒരു 4 സ്റ്റെപ്പിന് ടോട്ടൽ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലൈറ്റ്. ഒരു ഫ്ലൈറ്റ് കഴിഞ്ഞു, പിന്നെ ലാൻഡിങ് എത്തി, പിന്നെ വീണ്ടും സ്റ്റെപ്സ് ആണ്, പിന്നെ നമ്മൾ അടുത്ത ലാൻഡിങ് എത്തി, അതായത് അടുത്ത ഫ്ലോറിലേക്ക് എത്തി. അപ്പൊ ഇനിയും നമുക്ക് വീണ്ടും ലാൻഡിങ് കൊടുത്തിട്ട് ഇവിടുന്ന് വീണ്ടും ചരിക്കണമെങ്കിൽ അങ്ങനെ ചരിക്കാം. അപ്പൊ ഈ സ്റ്റെപ്പിൽ ഒറ്റ ലാൻഡിങ് അല്ലോ, ഈ 4 സ്റ്റെപ്പ് കൂടി ഒറ്റ ഫ്ലൈറ്റിലാണ് ഉള്ളത്. അതായത് ഈ 4 സ്റ്റെപ്പിനായിട്ട് നമ്മൾ ഒരുമിച്ച് പറയാ ഫ്ലൈറ്റ് എന്നാണ് പറയാ. 4 സ്റ്റെപ്പിനും കൂടി കവർ ചെയ്ത ഈ ഒരു ഏരിയനെ ഫ്ലൈറ്റ് എന്ന് പറയും. ഇതിനെ ലാൻഡിങ് എന്നാണ് പറയാ. അപ്പൊ ഒരു ഫ്ലൈറ്റിൽ നമ്മൾ 3 to 12 സ്റ്റെപ്പാണ് സാധാരണ നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൊടുക്കുക. 3 to 12 സ്റ്റെപ്സ് ആണ് നമ്മൾ സാധാരണ കൊടുക്കുക. ഇനി നമുക്ക് കാൽക്കുലേഷൻ എങ്ങനെ നോക്കി നോക്കാം, എങ്ങനെ സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. നമ്പർ ഓഫ് സ്റ്റെപ്പ് ഈസ് ഈക്വൽ ടു റൂം ഹൈറ്റ് ഡിവൈഡഡ് ബൈ റൈസർ. അതായത് റൂം ഹൈറ്റിനെ റൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര സ്റ്റെപ്പ് വേണം നമുക്ക് കിട്ടും. റൂം ഹൈറ്റ് പറഞ്ഞാൽ 310 സെന്റിമീറ്റർ ആണ് റൂം ഹൈറ്റ്, അത് ഫിക്സഡ് ആണ്. പിന്നെ റൈസർ, അപ്പൊ നമ്മള് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ റൈസറിന്റെ എത്രയാണ് വേണ്ടതെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് റൈസറിന്റെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റൈസർ ഈസ് ഈക്വൽ ടു ഇതിൽ നിന്ന് എങ്ങനെ കിട്ടും, റൂം ഹൈറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റെപ്പ്. കാരണം നമ്പർ ഓഫ് സ്റ്റെപ്പ് പോയിന്റ് പറ്റില്ല, അത് എപ്പോഴും ഒരു എണ്ണൽ സംഖ്യ ആയിരിക്കും. 12, 30, 40 അങ്ങനത്തെ പോയിന്റ് പറ്റില്ല. നമുക്ക് റൈസർ വാല്യൂ പോയിന്റ് പറ്റും. അപ്പൊ റൈസർ എത്ര വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ റൂം ഹൈറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ ആദ്യം റൈസർ ഒരു ഫിക്സഡ് വാല്യൂ എടുക്കും, അതിനുശേഷം നമ്മുടെ ഡിസ്റ്റൻസിനനുസരിച്ച് കാൽക്കുലേറ്റ് ആണ് ചെയ്യുക. അതായത് ഞാൻ ഇപ്പോ കേസ് നമ്പർ 1 ചെയ്യാം. അപ്പൊ കേസ് 1 ഞാൻ റൈസറിന്റെ വാല്യൂ എത്ര എടുത്തത്, റൈസറിന്റെ വാല്യൂ ഇപ്പൊ 15.5 സെന്റിമീറ്റർ എടുത്ത് വരിക, 15.5 സെന്റിമീറ്റർ. അപ്പൊ എത്ര സ്റ്റെപ്പ് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റെപ്പ് വേണമെങ്കിൽ റൂം ഹൈറ്റ് ഡിവൈഡഡ് ബൈ റൈസറിന്റെ വാല്യൂ നമ്മൾ എത്ര എടുത്തുള്ളൂ, 15.5 സെന്റിമീറ്റർ. 310 ഡിവൈഡഡ് ബൈ 15.5 സെന്റിമീറ്റർ ചെയ്താൽ കറക്റ്റ് 20 സ്റ്റെപ്സ് കിട്ടി. ഇവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പോയിന്റ് വന്നിട്ടുള്ള ഒരു വാല്യൂ വന്നിട്ടില്ല. റൈസർ 15.5 സെന്റിമീറ്റർ എടുത്താൽ നമ്മൾ 20 സ്റ്റെപ്സ് കറക്റ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി.
ഇനി നമ്മള് വേറൊരു കേസ് 20 അതായത് എപ്പോഴും നമുക്ക് 15.5 സെന്റിമീറ്റർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. 15.5 സെന്റിമീറ്റർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കണ്ടാ ഈ ഹൊറിസോണ്ടൽ ഇത്രയധികം സ്റ്റെപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വരില്ല, ചിലപ്പോൾ ഇത്ര അധികം ഡിസ്റ്റൻസ് കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ആകുമ്പോൾ നമുക്ക് കുറഞ്ഞ സ്റ്റെപ്പിൽ ഈ ഒരു അടുത്ത ഫ്ലോറിലേക്ക് എത്തേണ്ട ആവശ്യം വരും. കാരണം ഇത്ര ഏരിയ ചിലപ്പോൾ ആ ബിൽഡിംഗ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ റൈസറിന്റെ ഹൈറ്റ് കൂട്ടും, കുറച്ചുകൂടി റൈസറിന്റെ ഹൈറ്റ് കൂട്ടും. ഒരു റൈസറിൽ കുറച്ചുകൂടി ഹൈറ്റിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ ഇത്ര അധികം സ്റ്റെപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വരില്ല. റൈസറിന്റെ ഹൈറ്റ് കൂട്ടും തോറും സ്റ്റെപ്പിന്റെ എണ്ണം കുറയ്ക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ഇത്ര അധികം വേണ്ടി വരില്ല. ചിലപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിലേക്ക് എത്തുമ്പോൾ, അതായത് ഈ ഒരു പടി എത്തുമ്പോൾ തന്നെ ഈ ഒരു ഹൈറ്റിലേക്ക് എത്താൻ പറ്റും. റൈസറിന്റെ ഹൈറ്റ് ആ ബിൽഡിംഗ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന ഏരിയക്ക് അനുസരിച്ചിരിക്കും. ഞാൻ അടുത്തൊരു കേസ് നോക്കി നോക്കാം. കേസ് 2 ഇപ്പൊ റൈസറിന്റെ ഹൈറ്റ് ഞാൻ റൈസർ ഹൈറ്റ് 18 സെന്റിമീറ്റർ ആണ് എടുക്കുന്നതായിരിക്കുക. 18 സെന്റിമീറ്റർ എടുത്തായിരിക്കും. അപ്പൊ നമ്പർ ഓഫ് സ്റ്റെപ്പ് എത്ര വരിക? നമ്പർ ഓഫ് സ്റ്റെപ്പ് പറഞ്ഞാൽ 310. റൂം ഹൈറ്റ് 310 ഡിവൈഡഡ് ബൈ 8. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് 17.22 എന്നാണ് കിട്ടുന്നത്. നമ്പർ ഓഫ് സ്റ്റെപ്പ് ആണ് 17.22. ഇത് എപ്പോഴും എണ്ണൽ സംഖ്യ, അതായത് 17-18 അങ്ങനെ സംഖ്യ ആയിരിക്കണം. 17.22 കിട്ടിയ നമ്മൾ തൊട്ട് വലിയ സംഖ്യ, അതായത് 18ലേക്ക് കവർ ചെയ്യാം. 18 സ്റ്റെപ്സ് ആണ് നമ്മൾ ശരിക്കും ആ വീടിന് പ്രൊവൈഡ് ചെയ്യുന്നത്. 18 സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ 18 സ്റ്റെപ്സ് ശരിക്കും പ്രൊവൈഡ് ചെയ്താൽ നമ്മുടെ റൈസറിന്റെ വാല്യൂ വ്യത്യാസം വരും. കാരണം റൈസറിന്റെ വാല്യൂ 18 എടുത്തപ്പോഴാണ് 17.22 കിട്ടിയത്. അപ്പൊ ആക്ച്വൽ റൈസറിന്റെ ഹൈറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ, നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ആക്ച്വൽ റൈസർ ഹൈറ്റ് കിട്ടണമെങ്കിൽ റൂം ഹൈറ്റ് ഡിവൈഡഡ് ബൈ നമ്മളിപ്പോ സ്റ്റെപ്പിന്റെ എണ്ണം, നമ്പർ ഓഫ് സ്റ്റെപ്പ് എത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് കിട്ടി. 18 സ്റ്റെപ്സ് ആണ് ആ ബിൽഡിംഗിന് പ്രൊവൈഡ് ചെയ്യുന്നത്. റൂം ഹൈറ്റ് 310 ഡിവൈഡഡ് ബൈ 8. നമ്പർ ഓഫ് സ്റ്റെപ്സ് 18 സ്റ്റെപ്സ് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കുള്ള ഹൈറ്റ് എത്ര? 17.22 സെന്റിമീറ്റർ. ഇതാണ് ശരിക്കുള്ള റൈസറിന്റെ ഹൈറ്റ്. 18 അല്ല ശരിക്കുള്ളത്. നമ്മൾ 18 വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. 18 വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ശരിക്കും എത്ര സ്റ്റെപ്പ് വേണം? 18 സ്റ്റെപ്സ് തന്നെ വേണം. 18 സ്റ്റെപ്പ് വേണം. 17.22 മതി. 18 സ്റ്റെപ്പാണ് അപ്പൊ ആക്ച്വലി വേണ്ടത്. അപ്പൊ നമ്മൾ ശരിക്കുള്ള റൈസറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക. ശരിക്കുള്ള റൈസറിന്റെ ഹൈറ്റ് 17.22 സെന്റിമീറ്റർ ആണ്. ഇനി വേറൊരു കേസ് നോക്കി നോക്കാം. കേസ് 3 എടുക്കുക. കേസ് 3ൽ റൈസറിന്റെ ഹൈറ്റ് 17 സെന്റിമീറ്റർ ആണ് എടുക്കുന്നത്. റൈസർ ഹൈറ്റ് is equal to 70 സെന്റിമീറ്റർ എടുത്തു. അപ്പൊ എത്ര സ്റ്റെപ്സ് വേണം? നമ്പർ ഓഫ് സ്റ്റെപ്സ് എത്ര വേണം? റൂം ഹൈറ്റ് 310 സെന്റിമീറ്റർ ബൈ റൈസർ ഹൈറ്റ് 17 സെന്റിമീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 18.235 കിട്ടും. അപ്പൊ നമ്മൾ തൊട്ടടുത്തുള്ള വാല്യൂ 19 സ്റ്റെപ്സ് ആണ് ശരിക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത്. 19 സ്റ്റെപ്സ് ശരിക്കും പ്രൊവൈഡ് ചെയ്ത റൈസറിന്റെ ഹൈറ്റ് വീണ്ടും ശരിക്കുള്ള ആക്ച്വൽ റൈസർ ഹൈറ്റ് എത്ര പ്രൊവൈഡ് ചെയ്യേണ്ടത്? ആക്ച്വൽ റൈസർ ഹൈറ്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ 310 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ ആക്ച്വൽ സ്റ്റെപ്സ് എത്ര കൊടുക്കുന്നത്? 90 സ്റ്റെപ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വൽ ഹൈറ്റ് പറഞ്ഞാൽ 16.315 സെന്റിമീറ്റർ ആയിരിക്കും. ഇതാണ് ആക്ച്വൽ റൈസർ ഹൈറ്റ്. നമ്മൾ ആദ്യം ഒരു റൈസർ ഹൈറ്റ് വാല്യൂ എടുക്കുക. അതിനുശേഷം എത്ര സ്റ്റെപ്പ് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റെപ്പിന്റെ വാല്യൂ പോയിന്റ് ആയിട്ട് വരുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള സ്റ്റെപ്പ് നെക്സ്റ്റ് വാല്യൂ ഹയർ വാല്യൂക്ക് എടുക്കുക. അതിനുശേഷം ആക്ച്വൽ റൈസർ വാല്യൂ കണ്ടുപിടിക്കുക. ഇനി അടുത്തൊരു കേസ് കൂടി എടുക്കണമെങ്കിൽ കേസ് 4 എടുക്കാം. കേസ് 4 അതില് ഞാനിപ്പോ എടുക്കുന്നത് റൈസറിന്റെ ഹൈറ്റ് 16 സെന്റിമീറ്റർ ആയിരിക്കുക. റൈസർ ഹൈറ്റ് is equal to 16 സെന്റിമീറ്റർ ആയിരിക്കുക. അപ്പൊ എത്ര സ്റ്റെപ്പ് വേണം? നമ്പർ ഓഫ് സ്റ്റെപ്പ് is equal to റൂം ഹൈറ്റ് പറഞ്ഞാൽ 310 സെന്റിമീറ്റർ, അത് ഡിവൈഡഡ് ബൈ റൈസർ ഹൈറ്റ് 16 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 19.375 കിട്ടും. അപ്പൊ ആക്ച്വലി എത്ര സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്യണം? 20 സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്യണം. 20 സ്റ്റെപ്സ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്ത ആക്ച്വൽ റൈസർ ഹൈറ്റ് എത്ര വരിക? ആക്ച്വൽ റൈസർ ഹൈറ്റ് is equal to 310 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റെപ്സ് 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ റൈസർ ഹൈറ്റ് കഴിഞ്ഞാൽ 15.5 സെന്റിമീറ്റർ ആണ് കൊടുക്കുക. 20 സ്റ്റെപ്സ് പ്രൊവൈഡ് കഴിഞ്ഞാൽ ആക്ച്വൽ റൈസർ ഹൈറ്റ് 15.5 സെന്റിമീറ്റർ. ഇങ്ങനെയാണ് നമ്മൾ ബിൽഡിംഗിന്റെ ഓരോ സ്റ്റെപ്സ് എത്ര വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റെപ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെയിൻ ഇക്വേഷൻ പറഞ്ഞാൽ ആദ്യം ഒരു റൈസറിന്റെ വാല്യൂ എടുക്കുക. അതിനുശേഷം നമ്പർ ഓഫ് സ്റ്റെപ്പ് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റെപ്പ് പറഞ്ഞാൽ റൂം ഹൈറ്റ് പറഞ്ഞ സ്ലാബും കൂട്ടിയിട്ട് നമ്മുടെ നോർമൽ റെസിഡൻഷ്യൽ ബിൽഡിംഗിന്റെ 310 സെന്റിമീറ്റർ അത് ഡിവൈഡ് ബൈ നമ്മൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള എടുത്ത വാല്യൂ ഉണ്ടാവും റൈസർ ഹൈറ്റ്. ആ റൈസർ ഹൈറ്റ് കണ്ടുപിടിക്കുക. ആ റൈസർ ഹൈറ്റ് കൂടെ കൊടുക്കുക. എന്നിട്ട് നമ്പർ ഓഫ് സ്റ്റെപ്സ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് സ്റ്റെപ്സ് പോയിന്റ് ആയിട്ട് വരുമ്പോൾ തൊട്ടടുത്തുള്ള സ്റ്റെപ്പ്, അതായത് തൊട്ട് നെക്സ്റ്റ് വാല്യൂലേക്ക് എടുക്കുക. ഇത് വീണ്ടും റൈസറിന്റെ ആക്ച്വൽ റൈസർ വാല്യൂ കണ്ടുപിടിക്കുക. ആക്ച്വൽ റൈസർ ഹൈറ്റ് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കുക? വീണ്ടും റൂം ഹൈറ്റ് ഡിവൈഡഡ് ബൈ നമ്മൾ എത്രയാണോ പ്രൊവൈഡ് ചെയ്തുള്ളത് നമ്പർ ഓഫ് സ്റ്റെപ്സ് കൊടുക്കുക. അപ്പൊ നമുക്ക് ആക്ച്വൽ റൈസർ ഹൈറ്റ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എത്ര സ്റ്റെപ്പ് വേണമെന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഞാനിപ്പോ ഇവിടെ ഒരു ബിൽഡിംഗില് സ്റ്റെപ്സ് വരച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് 15.5 സെന്റിമീറ്റർ ആണ് റൈസർ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. അതായത് റൈസർ ഹൈറ്റ് 15.5 സെന്റിമീറ്ററും ത്രെഡിന് 30 സെന്റിമീറ്ററും ഈ സ്റ്റെപ്പിന്റെ വിടുത്ത് 90 സെന്റിമീറ്റർ ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കണ്ടാ 90 സെന്റിമീറ്റർ പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ 310 സെന്റിമീറ്റർ കവർ ചെയ്യണമെങ്കിൽ 20 സ്റ്റെപ്സ് വേണ്ടി വരും. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് സ്റ്റെപ്പ് ആകുമ്പോൾ നമ്മൾ ലാൻഡിങ്ങിലേക്ക് എത്തി. അതിനുശേഷം 6th സ്റ്റെപ്പ്, 7th, 8th, 9th, 10th, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 20th സ്റ്റെപ്പിൽ നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് എത്തി. അപ്പൊ 15.5 സെന്റിമീറ്റർ കൊടുത്താൽ 20 സ്റ്റെപ്സ് ആക്ച്വൽ വേണ്ടി വരും. സ്റ്റെപ്സ് എപ്പോഴും നമ്മൾ എണ്ണസംഖ്യ ആയിട്ട് കിട്ടണം. അപ്പൊ നമ്മൾ അതാണ് കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലാക്കിയത്. 15.5 സെന്റിമീറ്ററിനെ വരച്ചപ്പോൾ കറക്റ്റ് 20 സ്റ്റെപ്പിൽ നമുക്ക് അടുത്ത ഹൈറ്റിലേക്ക് എത്താൻ പറ്റും. ഈ റൈസറിന്റെ ഹൈറ്റ് കൂടുന്തോറും നമുക്ക് ഈ സ്റ്റെപ്പിന്റെ എണ്ണം കുറയും. കാരണം നമുക്ക് ഇത്ര അധികം സ്ഥലം ചിലപ്പോൾ ചില ഏരിയയിൽ ഉണ്ടാവില്ല. അപ്പൊ സ്ഥലത്തിനനുസരിച്ച് നമുക്ക് റൈസറിന്റെ ഹൈറ്റ് വ്യത്യാസം വരുത്തിയിട്ട് അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ത്രെഡ് പറഞ്ഞ 25 to 30 സെന്റിമീറ്റർ വരെ വരും. റൈസർ പറഞ്ഞ 50 to 90 സെന്റിമീറ്റർ വരും. പിന്നെ ഇവിടുത്തെ സ്റ്റെയർ ഫോർ റെസിഡൻഷ്യൽ ബിൽഡിംഗ് 90 സെന്റിമീറ്റർ. റൂം ഹൈറ്റ് ഫോർ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇൻക്ലൂഡിംഗ് സ്ലാബ് തിക്നെസ് ആകുമ്പോൾ 310 സെന്റിമീറ്റർ. നമ്മൾ നമ്പർ ഓഫ് സ്റ്റെപ്സ് വൺ ഫ്ലൈറ്റിൽ സാധാരണ പ്രൊവൈഡ് ചെയ്യുക 3 to 12 ആണ്. പിന്നെ കാൽക്കുലേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. നമ്പർ ഓഫ് സ്റ്റെപ്സ് കണ്ടുപിടിക്കണമെങ്കിൽ റൂം ഹൈറ്റ് ഡിവൈഡഡ് ബൈ റൈസർ. റൂം ഹൈറ്റ് നമ്മളുടെ 310 സെന്റിമീറ്റർ. റൈസർ നമ്മൾ ആദ്യം ഒരു വാല്യൂ ഫിക്സ് ചെയ്യും. അതിന് ശേഷം നമ്പർ ഓഫ് സ്റ്റെപ്സ് കണ്ടുപിടിക്കും. നമ്പർ ഓഫ് സ്റ്റെപ്സ് പോയിന്റ് വെച്ച് വരികയാണെങ്കിൽ തൊട്ടടുത്തുള്ള വലിയ സംഖ്യ എടുക്കും. വീണ്ടും ആക്ച്വൽ റൈസർ കണ്ടുപിടിക്കും. ആക്ച്വൽ റൈസർ കണ്ടുപിടിക്കാൻ റൈസർ ഈക്വൽ ടു റൂം ഹൈറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റെപ്സ്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ആദ്യം എന്തെടുത്തു? റൂം ഹൈറ്റ് 310 സെന്റിമീറ്റർ എടുത്തു, റൈസർ 15.5 സെന്റിമീറ്റർ എടുത്തു. അപ്പൊ നമ്പർ ഓഫ് സ്റ്റെപ്സ് കറക്റ്റ് 20 സ്റ്റെപ്സ് കിട്ടി. കേസ് 2 റൂം ഹൈറ്റ് നമ്മൾ 310 സെന്റിമീറ്റർ ആണ്, റൈസർ 18 സെന്റിമീറ്റർ എടുത്തു. അപ്പൊ നമ്പർ ഓഫ് സ്റ്റെപ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 17.22 കിട്ടി. അപ്പൊ ആക്ച്വൽ സ്റ്റെപ്സ് എത്ര പ്രൊവൈഡ് ചെയ്യുന്നത്? 18 സ്റ്റെപ്സ്. അതായത് തൊട്ട് വലിയ സംഖ്യ എടുക്കുക. അപ്പൊ നമ്മുടെ റൈസർ വാല്യൂ മാറി ഉണ്ടാവും. അപ്പൊ 18 സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം ആക്ച്വൽ ഹൈറ്റ് ഓഫ് റൈസർ കണ്ടുപിടിക്കുക. ഇപ്പൊ കിട്ടിയ നമ്പർ ഓഫ് സ്റ്റെപ്പിനെ ടോട്ടൽ റൂം ഹൈറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആക്ച്വൽ റൈസർ ഹൈറ്റ് 17.22 സെന്റിമീറ്റർ എടുക്കുക, 18 സെന്റിമീറ്റർ അല്ല. തേർഡ് കേസിൽ റൂം ഹൈറ്റ് 310 സെന്റിമീറ്റർ തന്നെയാണ്. റൈസർ വാല്യൂ നമ്മൾ 17 സെന്റിമീറ്റർ എടുത്തു. അപ്പൊ നമ്പർ ഓഫ് സ്റ്റെപ്സ് എത്രയാണ് വേണ്ടത്? 310 ഡിവൈഡഡ് ബൈ 17, 18.235 ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആക്ച്വൽ സ്റ്റെപ്സ് 19 സ്റ്റെപ്സ് കൊടുത്തു, പ്രൊവൈഡ് 90 സ്റ്റെപ്സ്. അപ്പൊ ആക്ച്വൽ ഹൈറ്റ് ഓഫ് റൈസർ പറഞ്ഞാൽ 16.315 സെന്റിമീറ്റർ ആണ് വരിക. അതേപോലെ അടുത്ത കേസിൽ 310 സെന്റിമീറ്റർ തന്നെയാണ് റൂം ഹൈറ്റ്, റൈസറിന്റെ വാല്യൂ 60 സെന്റിമീറ്റർ കൊടുത്തു. നമ്പർ ഓഫ് സ്റ്റെപ്സ് വീണ്ടും കണ്ടുപിടിച്ചു, 310 റൂം ഹൈറ്റ് ഡിവൈഡഡ് ബൈ റൈസറിന്റെ വാല്യൂ. അപ്പൊ 19.375 കിട്ടി. ആക്ച്വൽ സ്റ്റെപ്സ് പറഞ്ഞാൽ 20 സ്റ്റെപ്സ്. അപ്പൊ 20 സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്യുക. ആക്ച്വൽ ഹൈറ്റ് ഓഫ് റൈസർ പറഞ്ഞാൽ റൂം ഹൈറ്റ് ഡിവൈഡഡ് ബൈ സ്റ്റെപ്സ്. നമ്മളിപ്പോ കിട്ടിയ സ്റ്റെപ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പൊ ആക്ച്വൽ റൈസർ ഹൈറ്റ് കിട്ടും 15.5 സെന്റിമീറ്റർ. റൈസറിന്റെ വാല്യൂ 15.5 സെന്റിമീറ്റർ എടുത്താൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് 20 തന്നെ വരിക. ആക്ച്വൽ സ്റ്റെപ്സും 20 തന്നെ വരിക. ആക്ച്വൽ റൈസർ ഹൈറ്റും 50.5 തന്നെ വരിക. റൈസറിന്റെ വാല്യൂ 60 എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 19.37 കിട്ടും. നമ്മൾ തൊട്ട് വലിയ വാല്യൂക്ക് എടുക്കുമ്പോൾ 20 സ്റ്റെപ്സ് കിട്ടും. 20 സ്റ്റെപ്സ് ആകുമ്പോൾ ആക്ച്വൽ റൈസർ ഹൈറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15.5 സെന്റിമീറ്റർ കിട്ടും. അതേപോലെ 16.5 സെന്റിമീറ്റർ റൈസർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 18.78 എന്ന് വാല്യൂ കിട്ടും. തൊട്ട് വലിയ വാല്യൂക്ക് എടുക്കുമ്പോൾ ആക്ച്വൽ സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് 90 സ്റ്റെപ്സ് ആണ്. അപ്പൊ വീണ്ടും നമ്മൾ റൈസറിന്റെ വാല്യൂ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യേണ്ട വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ഇത് നമ്മൾ കാൽക്കുലേഷന് വേണ്ടി എടുക്കുന്ന വാല്യൂസ് ആണ്. ആദ്യത്തെ ഈ വാല്യൂസ് ഈ ടേബിളിലുള്ളത്. ശരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് 16.315 സെന്റിമീറ്റർ ആണ്. അതേപോലെ അടുത്തതിൽ നമ്മൾ റൈസറിന്റെ വാല്യൂ 17 എടുത്തു കഴിഞ്ഞു. അതിനുശേഷം സ്റ്റെപ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 18.23 കിട്ടി. അപ്പൊ ആക്ച്വൽ സ്റ്റെപ്സ് എത്ര പ്രൊവൈഡ് ചെയ്യുന്നത്? 19 സ്റ്റെപ്സ്. 90 സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ റൈസർ വാല്യൂ എത്ര കൊടുക്കുന്നത്? 16.315 സെന്റിമീറ്റർ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എടുത്ത വാല്യൂ 17 സെന്റിമീറ്റർ ആണ്, ശരിക്കും കൊടുക്കേണ്ടത് 16.315 സെന്റിമീറ്റർ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യം റൈസറിന്റെ വാല്യൂ എടുക്കുക, അതിനുശേഷം എത്ര സ്റ്റെപ്പ് വേണമെന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റെപ്പ് പോയിന്റ് വെച്ച് വാല്യൂ വരികയാണെങ്കിൽ സ്റ്റെപ്പ് ഒന്ന് ഇൻക്രീസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ റൈസറിന്റെ ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് നമ്മൾ എത്ര സ്റ്റെപ്പ് വേണമെന്നുള്ളത് സ്റ്റെയർ കേസിൽ കണ്ടുപിടിക്കുക.